24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വനംവകുപ്പിന്റെ കള്ളപ്പരാതിയിലാണ് പോലീസ് റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോഴാണ് ഈ സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നത്. അതായത് റൂബിൻ ലാലിന് 24ന്റെ അതിരപ്പള്ളിയിലെ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് റൂബിൻ ലാലിന് ജാമ്യം നൽകിയിട്ടുള്ളത്. നേരത്തെ വനം വകുപ്പ് പരാതിയിൽ അതിരപ്പള്ളി പോലീസ് എടുത്ത കള്ളപ്പരാതിയിലാണ് റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇരിങ്ങാലക്കുട ജയിലിൽ റൂബിൻ ലാൽ ഇത്രയധികം ദിവസമായി ജയിലിലായിരുന്നു. ഇപ്പോൾ റൂബിൻ ലാലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ പോലീസ് തന്നെ ഇത് കള്ളക്കേസാണെന്നും അതോടൊപ്പം തന്നെ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ അനധികൃതമായി നിയമവിരുദ്ധമായി അറസ്റ്റ് ഉൾപ്പെടെ നടത്തിയ CIക്കെതിരെ അച്ചടക്ക നടപടിയും വന്നിരുന്നു. അത് സസ്പെൻഷൻ നടപടിയടക്കം ഇയാൾക്ക് വരികയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിലിപ്പോൾ ഈ റൂബിൻ ലാലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റൂബിൻ ലാലിന് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു. വേണു. ശ്രീകാന്ത്, കർശനമായ ജാമ്യ ഉപാധികൾ വല്ലതുമുണ്ടോ? സ്വാഭാവിക ജാമ്യ ഉപാധികൾ എന്നതിനപ്പുറം കർശനമായ ജാമ്യ ഉപാധികൾ ഒന്നും തന്നെ ഇല്ല. അന്വേഷണവുമായി സഹകരിക്കണം, അതോടൊപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, അത്തരം നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള സ്വാഭാവിക ജാമ്യ ഉപാധികൾക്കപ്പുറം കാര്യമായ ജാമ്യ ഉപാധികൾ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിന്റെ പകർപ്പ് കൂടി പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ റൂബിൻ ലാലിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കേസിൽ ആതിരപ്പള്ളി CI എടുത്ത കള്ളക്കേസിൽ CIക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിരുന്നു. ഒപ്പം ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതൊരു കള്ളക്കേസാണെന്നും നിയമവിരുദ്ധ അറസ്റ്റാണെന്നും പോലീസിന് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നത്. നിലവിലിപ്പോൾ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതൊരു കള്ളക്കേസാണെന്നും വ്യാജ കേസാണെന്നും കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ കേസിൽ കോടതിയിൽ നിന്നും റൂബിൻ ലാലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വേണു. ശ്രീകാന്ത്, ഈ CIയുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളുണ്ടായി. ആ രൂപത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുമാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നും വന്നതും. ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഹൈക്കോടതിയിൽ ജാമ്യത്തെ എതിർത്തിരുന്നോ സർക്കാർ? നേരത്തെ തന്നെ ഈ കേസ് സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു കോടതി. ആ ഘട്ടത്തിൽ സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇദ്ദേഹം ഒരു ഇത്തരത്തിൽ സ്ഥിരമായി ഒഫൻസിൽ പങ്കെടുക്കുന്നയാളാണ്, ഇത്തരം ഒഫൻസുകൾ ചെയ്യുന്നയാളാണ് എന്നുള്ളതാണ് കോടതിയിൽ സർക്കാർ എടുത്ത നിലപാട്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിലും എടുത്ത നിലപാട്, സർക്കാരിന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. അത് സ്ഥിരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണ്, നേരത്തെയും മുൻപും ഇദ്ദേഹത്തിനെതിരെ സമാനമായൊരു കേസുണ്ട് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിച്ചിരുന്നു സർക്കാർ. ഇതിനു മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസടക്കമുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ആക്ഷേപം. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി ജാമ്യത്തെ എതിർക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ പക്ഷേ ഹൈക്കോടതി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. റൂബിൻ ലാലിന് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു. ശരി, സൂരജ് സജിയും തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വനം വകുപ്പിന് പോലീസിലെ ഒത്തുകളിക്കാർക്കൊക്കെയുള്ള ശക്തമായ തിരിച്ചടിയല്ലേ ഈ കോടതി വിധി? തീർച്ചയായും വേണു, റൂബിനെ ഈ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച പോലീസുകാർക്കും വനംവകുപ്പുകാർക്കും ഒരുപോലെയുള്ള തിരിച്ചടി അത് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. ഈ കാട്ടുപന്നിയുടെ ദൃശ്യം, റോഡിൽ വണ്ടി ഇടിച്ചു കിടന്ന കാട്ടുപന്നി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഉൾവനത്തിലെത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഈ കേസിൽ ആദ്യം മുതൽ ആരോപിച്ചുകൊണ്ടിരുന്നത്. എല്ലാം തെറ്റാണെന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് റൂബിന് അനുകൂലമായിക്കൊണ്ട് നീതി ലഭിച്ചിരിക്കുന്നു. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ വണ്ടി ഇടിച്ച് റോഡിൽ കിടന്ന കാട്ടുപന്നി എങ്ങനെ ഉൾവനത്തിൽ പോയി എന്ന് വനംവകുപ്പുകാരോട് ചോദിച്ചപ്പോൾ അതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ പ്രായോഗികമായ ചിന്താശേഷി പോലും ഇല്ലാത്ത തരത്തിലായിരുന്നു അന്ന് കേരള പോലീസ് പെരുമാറിയത്. പ്രത്യേകിച്ച് അതിരപ്പള്ളി CI ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിന്റെ പെരുമാറ്റം അത്തരത്തിൽ തന്നെയായിരുന്നു. ഒരു പരാതി കിട്ടുന്നു, ആ പരാതിയിന്മേൽ പ്രാഥമികമായി പോലും അന്വേഷണം നടത്താതെ, അതിന്റെ ഒരു ലോജിക്കും പരിശോധിക്കാതെ പാതിരാത്രി വീട്ടിൽ കയറി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു റൂബിന് നേരിട്ടത്. വീടിന് മുന്നിൽ നിന്ന് റൂബിനെ വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ ജീപ്പിലേക്ക് മർദ്ദിച്ച് തള്ളിയിടുന്നു. അതിനുശേഷം ജീപ്പിൽ കയറ്റിക്കൊണ്ടു
പോകുന്നു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ അടങ്ങിയ ഈ തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോൺ തന്നെ അടിച്ചു തകർക്കുന്നു. അതിനുശേഷം അർദ്ധനഗ്നനായി ലോക്കപ്പിനകത്ത് നിർത്തുന്നു. ലോക്കപ്പിനകത്ത് ക്രൂരമായ മർദ്ദനം, ഷഡ്ഡിപ്പുറത്ത് നിർത്തുന്നത് വനിതാ ഉദ്യോഗസ്ഥയുടെ മുന്നിലായിരുന്നു. അങ്ങനെ ഇതുവരെ കാണാത്ത മനുഷ്യത്വരഹിതമായ നടപടികൾ ഈ അതിരപ്പള്ളി സ്റ്റേഷനകത്ത് പോലും നമ്മുടെ പ്രതിയായിട്ടുള്ള റൂബിന് നേരിടേണ്ടി വരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നത്. റൂബിനെ പുറത്തേക്കെത്തുന്നു, റൂബിൻ ജയിലിന് പുറത്തേക്കെത്തുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതലേ, അതായത് അതിരപ്പള്ളിയും ഈ വാഴച്ചാലും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വനം കൊള്ള, ആ വനം കൊള്ളക്കെതിരെ നിരന്തരം 24-ന് വേണ്ടി വാർത്തകൾ ചെയ്തതിന്റെ പേരിലായിരുന്നു അന്ന് ഈ കാട്ടുപന്നി വാഹനം ഇടിച്ചു കിടന്ന ദൃശ്യങ്ങൾ പകർത്താൻ പോയ റൂബിനെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യുന്നത്. പിന്നീട് ഈ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ റൂബിന് അനുകൂലമായി നമ്മൾ വാർത്ത കൊടുക്കുന്നു. ഇങ്ങനെ റൂബിൻ കയ്യേറ്റത്തിനിരയായി നമ്മൾ വാർത്ത കൊടുക്കുന്നു. CCF-നോട് അടിയന്തരമായി അന്വേഷിക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകുന്നു. അപ്പോൾ ഈ വനം മന്ത്രിയെ മറികടക്കുന്നതിന് വേണ്ടി, വനം മന്ത്രിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി റൂബിനെതിരെ ചമച്ച കള്ളപ്പരാതി, ആ കള്ളപ്പരാതിയിന്മേൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ, അതാണ് അതിരപ്പള്ളി CA ആയിരുന്ന ആൻഡ്രിക് ഗ്രോമിക്കിനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ കാട്ടിനകത്തുള്ള കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ ഇറച്ചിയുടെ സ്വാദായിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടാകാതിരുന്ന CA, പരാതി ലഭിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ പോലും ഇല്ലാതിരുന്ന CA വൈകുന്നേരത്തോടു കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുന്നു 6:30. അങ്ങനെ 7 മണിയോടുകൂടി FIR ഇടുന്നു. രാത്രി 12 മണിയോടുകൂടി റൂബിനെ വീട്ടിലെത്തി ഒരു അറസ്റ്റ് മെമ്മോ പോലും പാലിക്കാതെ, അതായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അടക്കം പറയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേനയ്ക്ക് തന്നെ അപമാനകരമായ നടപടിയാണ് അതിരപ്പള്ളി CA ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നമ്മളല്ല പറയുന്നത്. പോലീസിന്റെ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സേനയ്ക്ക് തന്നെ അപമാനകരമായ പരസ്യപ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, റൂബിൻ ലാലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായും ഒരു മനുഷ്യനെ ഒരു നിയമവും പാലിക്കാതെ കുറെ ദിവസങ്ങൾ ജയിലിലിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച് വളരെ മോശമായ രീതിയിൽ, അതും ഒരു ക്രിമിനൽ കുറ്റമൊന്നും ചെയ്ത ആളല്ല, ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതിനെതിരെ ജനകീയമായ ശക്തമായ വികാരമുയർന്നു. പോലീസിൽ നിന്ന് തന്നെ അറസ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ എന്നിട്ട് പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും അതിനോട് അത്ര ഇല്ലായിരുന്നില്ല. ഏതായാലും ഹൈക്കോടതി അന്തിമമായി, കോടതിയിലെ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതാണ്, നീതിപീഠമാണ് നമ്മുടെ അവസാനത്തെ വഴി. അവിടെ അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുന്നു. ഇനി അതുകൊണ്ട് മാത്രമൊന്നുമായില്ല, ഇദ്ദേഹത്തെ കേസിൽ വെറുതെ വിടുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇത്തരം ഒരു കേസ് കെട്ടിച്ചമച്ച് അഴിമതിക്കാർക്ക് വേണ്ടി വലിയ ഗൂഢാലോചന നടത്തി വലിയ തോതിൽ ഒരു മാധ്യമപ്രവർത്തകനെ, പൊതുപ്രവർത്തകനെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ, അതിന് പ്രേരിപ്പിച്ച ആളുകളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടണം. അതിനായിട്ട് വേണം നമുക്ക് പ്രോത്സാഹനം, അതിനുവേണ്ടിയായിരിക്കണം അടുത്ത പ്രവർത്തനങ്ങൾ നടത്താൻ. സർ, CR ഈ CAക്കെതിരായ സസ്പെൻഷൻ, അതിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ? അവിടെയാണ് പ്രശ്നം. വേണം, നമ്മൾ ഈ സസ്പെൻഷനിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് ഒരു ജനവികാരം വരുമ്പോൾ ഉടനെ സസ്പെൻഡ് ചെയ്യുകയും 6 മാസം കഴിയുമ്പോൾ അയാൾ തിരിച്ച് അതുപോലെ തന്നെ വരികയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം ഈ കേസിൽ വളരെ കൃത്യമായി ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇയാൾ മാത്രമല്ല, ഇയാളുടെ പിന്നിൽ ആളുണ്ട്. ഈ CI മാത്രമായിരിക്കില്ല അതിന്റെ പിന്നിൽ. CIക്ക് മാത്രമേ പ്രത്യേകിച്ച് റൂബിൻ ലാലിനോട് ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ വനം വകുപ്പിലെയും പോലീസ് വകുപ്പിലെയും ആരൊക്കെ ഇത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അതുവരെ ഈ പോരാട്ടം തുടരണം. കാരണം ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ പ്രതികരിച്ചതിന്. 24-ന്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് CS ഡയസിന്റെ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് വകുപ്പ് നൽകിയ കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിരപ്പള്ളി CI റൂബിൻ ലാലിനെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തത്. ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, അതിന് ഒത്താശ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ശക്തമായ തിരിച്ചടി നൽകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കും കൂടുതൽ പ്രതികരണങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.